ഫാക്ടർ തിയറം എന്നാണ് അതിന്റെ പേര്. ഫാക്ടർ തിയറം. ഫാക്ടർ തിയറം വളരെ സിമ്പിളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ 22ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 11, 22. എന്താണ് 22ന്റെ ഫാക്ടേഴ്സ് ആണ് ഇവ എന്ന് പറഞ്ഞാൽ 22 കൊണ്ട് 11നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഇവിടെ ലഭിക്കും. ഇവിടെ 22 ആകും. 22 0. ഫാക്ടേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്താണ് കിട്ടുന്നത്? 0. എക്സാക്ട്ലി എന്തായിരിക്കും കിട്ടുന്നത്? 0. അതായത് ഒരു വസ്തുവിനെ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു പോളിനോമിയൽ p of x is equal to 2x square plus 3x plus 2 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫാക്ടേഴ്സ്, ഇതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി റിമൈൻഡർ എന്ത് വരും? 0. അതായത് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇൻ കേസ് ഇതിന്റെ ഇപ്പൊ നമ്മൾ സീറോസ് ഏതൊക്കെയാണെന്നൊന്നും അറിയില്ല. അതിന്റെ സീറോസ് നമുക്ക് രണ്ടെണ്ണം, ഒരെണ്ണം എയും ഒരെണ്ണം ബിയും എന്നെടുക്കാം. ഒരെണ്ണം എയും ഒരെണ്ണം ബിയും. അപ്പോൾ ഇത് സീറോസ് ആണ്. സീറോസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഉപയോഗിച്ചാൽ മതി. സീറോസ് ഓഫ് ദ പോളിനോമിയൽ കിട്ടും. അങ്ങനെ 2 സീറോസ് ആണ് ഏതിനുള്ളത്? ഈ പി ഓഫ് എക്സിനുള്ളത്. പി ഓഫ് എക്സിന് എത്ര സീറോസ് ആണുള്ളത്? 2 സീറോസ് ആണുള്ളത്. ആ 2 സീറോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ഫാക്ടേഴ്സ് ആക്കി എടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ എ ആണ് ഒരു സീറോ എങ്കിൽ എക്സ് മൈനസ് എ ആണ് ഒരു ഫാക്ടർ. അതായത് ഈ പോളിനോമിയലിന്റെ സീറോസ് ആണ് എയും ബിയും എങ്കിൽ ഫാക്ടേഴ്സ് ഒരെണ്ണം എക്സ് മൈനസ് എയും ഒരെണ്ണം എക്സ് മൈനസ് ബിയും ആയിരിക്കും. ഒരെണ്ണം എന്തുമായിരിക്കും? എക്സ് മൈനസ് ബിയും. അപ്പോൾ സീറോസ് ഏതൊക്കെയാണെങ്കിൽ മൈനസ് എയും വേറൊരെണ്ണം ബിയും ആണെങ്കിൽ ഏതൊക്കെയായിരിക്കും ഫാക്ടേഴ്സ്? എക്സ് പ്ലസ് എയും എക്സ് മൈനസ് ബിയും ആയിരിക്കും ഫാക്ടേഴ്സ്. അതിനാണ് പറഞ്ഞാൽ എക്സ് പ്ലസ് എ ഈക്വൽ ടു എന്താ? 0. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ. അടുത്തത് എക്സ് മൈനസ് ബി ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു ബി. ചുരുക്കം പറഞ്ഞാൽ എളുപ്പ വഴിയിൽ നമുക്ക് ഇങ്ങനെ കൊടുത്തിരിക്കാം. മൈനസ് ആണെങ്കിൽ എക്സിന്റെ കൂടെ പ്ലസ് ഇടുക, പ്ലസ് ആണെങ്കിൽ എക്സിന്റെ കൂടെ മൈനസ് ഇടുക. ഇനി അടുത്തത് നമ്മൾ എഴുതിയ പോളിനോമിയലിന്റെ സീറോസ് മൈനസ് എയും മൈനസ് ബിയും ആണെങ്കിൽ ഫാക്ടേഴ്സ് ഏതായിരിക്കും? എക്സ് പ്ലസ് എയും എക്സ് പ്ലസ് ബിയും ആയിരിക്കും. എക്സ് പ്ലസ് എയും എക്സ് പ്ലസ് ബിയും ആയിരിക്കും. മനസ്സിലായോ? അതെങ്ങനെയാണോ വന്നാൽ എക്സ് പ്ലസ് എ ഈക്വൽ ടു എന്താ? 0. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ. എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി. കിട്ടിയോ? ചുരുക്കം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പോളിനോമിയലിന്റെ റിമൈൻഡർ എന്ത് വരണം? 0. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് എന്തെന്ന് പറയുന്നത്? ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് സീറോസും ആക്കാം, സീറോസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്തും ആക്കാം? ഫാക്ടേഴ്സും ആക്കാം. സീറോസ് ഇപ്പോൾ ഒരു വസ്തു, ഒരു പോളിനോമിയലിന്റെ സീറോസ് 2ഉം 3ഉം ആണെങ്കിൽ ഫാക്ടേഴ്സ് എക്സ് മൈനസ് 2 എക്സ് മൈനസ് 3 ആയിരിക്കും. എക്സ് മൈനസ് 2 സീറോസ് ഓഫ് ദ പോളിനോമിയൽ ആണ് 2ഉം 3ഉം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ പോളിനോമിയലിലേക്ക് 2ഓ 3ഓ കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ എന്റെ ഇക്വേഷൻ എന്തായി പോകും? 0 ആയി പോകും. അതിനെയാണല്ലോ സീറോ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് എക്സ് മൈനസ് 2ഉം എക്സ് മൈനസ് 4 ആണെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അതിനകത്തേക്ക് ചെന്ന് ഇട്ട് കൊടുത്താൽ 0 കിട്ടുന്നത്? ഏതാണ് ഇട്ട് കൊടുക്കേണ്ടത്? 2ഉം 4ഉം. മൈനസ് 2 ആണെങ്കിൽ ഏതാണ് ഇട്ട് കൊടുക്കേണ്ടത്? 2. മൈനസ് 4 എക്സ് മൈനസ് 4 ആണെങ്കിൽ ഏതാണ് ഇട്ട് കൊടുക്കേണ്ടത്? 4. അപ്പോൾ ഇവിടെ 2ഉം 4ഉം ആ പോളിനോമിയലിൽ ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെർലി എന്ത് വരും? 0. അടുത്തതായിട്ട് എക്സ് പ്ലസ് 3ഉം എക്സ് മൈനസ് 4ഉം ആണ് ഒരു പോളിനോമിയലിന്റെ എന്ത്? ഫാക്ടേഴ്സ്. എന്താ? ഫാക്ടേഴ്സ്. സൊല്യൂഷൻ അല്ലെങ്കിൽ 0. സൊല്യൂഷൻസ് ഫോർ സീറോസ് ഏതൊക്കെയായിരിക്കും? മൈനസ് 3ഉം 4ഉം. നമ്മളിപ്പോൾ മൈനസ് 3 ഇട്ട് കൊടുത്താൽ ആ എൻ്റെയർ ഇക്വേഷൻ എന്തായി പോകും? 0 ആയി പോകും. 4 ഇട്ട് കൊടുത്താൽ എൻ്റെയർ ഇക്വേഷൻ എന്തായി പോകും? 0 ആയി പോകും. മനസ്സിലായോ? പിടികിട്ടിയോ? സോ അതപ്പോ ഒരു പോളിനോമിയലിന്റെ സീറോസ് 3ഉം മൈനസ് 2 ആണെങ്കിൽ, 3ഉം മൈനസ് 2 ആണെങ്കിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? എക്സ് മൈനസ് 3ഉം എക്സ് പ്ലസ് 2. എക്സ് മൈനസ് 3ഉം എക്സ് പ്ലസ് 2. ഇതിന്റെ അകത്തേക്ക്, അതായത് ആ പോളിനോമിയലിലേക്ക് മൈനസ് 3 ഇട്ട് കൊടുത്താലാണോ 0 കിട്ടുന്നത്? 3 ഇട്ട് കൊടുത്താലാണോ 0 കിട്ടുന്നത്?
3 ഇട്ട് കൊടുത്താലാണ് 0 കിട്ടുന്നത്. ആ പോളിനോമിയലിലേക്ക് +2 ആണ് ഇട്ട് കൊടുക്കേണ്ടത്, -2 ആണ് ഇട്ട് കൊടുക്കേണ്ടത്, -2. അപ്പൊ ഒരു സെക്കൻഡ് ഡിഗ്രിക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് അതിന്റെ ഡിഗ്രി 2 ആയതുകൊണ്ട് തന്നെ എത്ര ഫാക്ടേഴ്സ് വരും? 2 ഫാക്ടേഴ്സ് വരും. അതുകൊണ്ട് തന്നെ 2 എന്ത് വരും? സീറോസും വരും. അല്ലെങ്കിൽ 2 സീറോസ് ഉള്ളതുകൊണ്ട് 2 ഫാക്ടേഴ്സ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന് ഒരു ഫസ്റ്റ് ആണല്ലോ അതിന്റെ ഡിഗ്രി, അതുകൊണ്ട് ഒരു 0 ആണുള്ളത്, അതുകൊണ്ട് ഒരു ഫാക്ടറുമാണ് ഉള്ളത്. ഒരു 0 ആണുള്ളത്, ഒരു ഫാക്ടറും. ഉദാഹരണത്തിന് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ സീറോസ് 2 -3 ആണ് വന്നെങ്കിൽ, അതായത് ഇട്ട് കൊടുക്കണ്ട 2 ഇട്ട് കൊടുത്തപ്പോൾ എൻറ്റയർലി 0 വന്നു, -3 ഇട്ട് കൊടുത്തപ്പോൾ എൻറ്റയർലി 0 വന്നു. ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? x - 2 x + 3 x - 2 x + 3 ആയിരിക്കും ഫാക്ടേഴ്സ്. മനസ്സിലായോ? അടുത്തത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എടുത്തപ്പോൾ അതിന്റെ സൊല്യൂഷൻ 0 1 എന്ന് കിട്ടി. അതിനർത്ഥം എന്താ? 1 ഇട്ട് കൊടുത്തപ്പോൾ എൻറ്റയർലി എന്ത് വന്നു? 0. 1 ഇട്ട് കൊടുത്തപ്പോൾ എൻറ്റയർലി ആ ഇക്വേഷൻ എന്തായി മാറി? 0. അപ്പോൾ ഫാക്ടർ എന്തായിരിക്കും? ഫാക്ടേഴ്സ് എന്തായിരിക്കും? x - 1. ഫാക്ടർ ഏതായിരിക്കും? x - 1. ഫാക്ടർ എന്തായിരിക്കും? x - 1. തേർഡ് ഡിഗ്രി അല്ലെങ്കിൽ ക്യൂബിക് പോളിനോമിയൽ എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ്. ആ 3 സീറോ ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ആൻസർ 0 കിട്ടും. പക്ഷെ ഇവര് ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന ഏത് മാത്രമാണ്? ഫാക്ടർ ആണോ? x + 2. ഏതാ ചെക്ക് ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് x + 2 ഒരു ഫാക്ടർ ആണോ സൊല്യൂഷൻ ആണോ എന്നുള്ളതാണ്. ഫാക്ടർ x + 2 എന്ന് പറയുന്നത് എന്താ? ഫാക്ടർ. അതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? x = -2. x = ഏതായിരിക്കും? -2. മനസ്സിലായോ? അപ്പോൾ അതിന്റെ ഒരു 0 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന നമ്പർ ഏതാ? +2 അല്ല, ഏതാ? -2. x + 2 ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ എന്താ ഇട്ട് കൊടുക്കേണ്ടത്? -2. സോ നമുക്ക് ഇവിടെ p(-2) കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതായത് ഇത്ര ഉള്ളൂ. x + 2 എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കേണ്ട ഏതാണ്? -2. ചെക്ക് ചെയ്യാനായിട്ട് -2³ + 3 × 2² + 5 × 2 + 6. അപ്പൊ ഇൻറ്റു ഉള്ളിടത്തെല്ലാം തെറ്റിപ്പോകാതിരിക്കാൻ ബ്രാക്കറ്റ് ഇടുക. -2³ മൈനസ് ഇൻറ്റു മൈനസേ വരത്തുള്ളൂ. -18. ഇവിടെ എല്ലാം മൈനസ് ആണ്. ശരി. -2³ + 3 × -2² + 5 × -2 + 6. -2³ എന്ന് പറഞ്ഞാൽ മൈനസ് ഇല്ല, കാരണം 2 × 2 4, 4 × 2 8. പക്ഷെ മൈനസ് എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം മൈനസ്. 3 × -2² എത്രയാണ്? 4. കാരണം -2² എന്ന് പറഞ്ഞാൽ 4 ആണ്. -2² എന്ന് പറഞ്ഞാൽ എന്താണ്? 4. പ്ലസ് 5 × -2 എത്രയാണ്? -10 പ്ലസ് 6 -8 പ്ലസ് 12 പ്ലസ് -10 പ്ലസ് 6. -8ഉം -10ഉം രണ്ട് മൈനസുകൾ വന്നാൽ കൂട്ടിയിട്ട് മൈനസ് ചെയ്യാം. -18 പ്ലസ് 12 6 18 0. അതിനർത്ഥം നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് -2 ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ എന്ത് വരുന്നുണ്ട്? 0 വരുന്നുണ്ട്. എന്ത് വരുന്നുണ്ട്? 0 വരുന്നുണ്ട്. അതിനർത്ഥം x + 2 എന്താണെന്നാണ്? ആ പോളിനോമിയലിന്റെ ഫാക്ടർ. x + 2 ഈസ് എ ഫാക്ടർ ഓഫ് പോളിനോമിയൽ. അടുത്തത് നമ്മളോട് ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്നത് നോക്കിയാൽ എല്ലാവരും p(x) അടുത്ത ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്നത് p(x) = 2x + 4. നമുക്ക് ഇവിടെ ഫാക്ടർ തന്നിരിക്കുന്നത് x + 2. ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന ഫാക്ടർ x + 2. അതായത് 2x + 4 ന്റെ ഫാക്ടർ ആണോ x + 2 ആണോ ചെക്ക് ചെയ്യേണ്ടത്. ഫാക്ടർ ആണെങ്കിൽ സൊല്യൂഷൻ ഏതായിരിക്കും? x = -2 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ p(-2) = 2 × -2 + 4. 2 × -2 -4 + 4 = 0. So x + 2 is a factor of both the polynomials. x³ + 3x² - 4 + k. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്നത് ഫാക്ടർ ആണെന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഏതാ? x - 1. x - 1 ഫാക്ടർ ആണെങ്കിൽ സൊല്യൂഷൻ ഏതായിരിക്കും? x = +1. അതിനർത്ഥം x - 1 ഫാക്ടർ ആണെങ്കിൽ ഇതിന്റെ അകത്തേക്ക് 1 ഇട്ട് കൊടുക്കുമ്പോൾ, അതായത് p(1) അതായത് x - 1 ഫാക്ടർ ആണ് തന്നിരിക്കുന്നത്. 1 ഇട്ട് കൊടുക്കുമ്പോൾ എൻറ്റയർലി എന്ത് വരും? 0. സോ p(1) = എന്താ? 0. p(1) 0 ആണെങ്കിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. p(1) = 4x³ +
plus 3x square minus 4x plus k. 4 into 1 cube plus 3 into 1 square minus 4 into 1 plus k. 4 into 1 cube എന്ന് പറഞ്ഞാൽ എത്ര? 4. 3 into 1 square 3 minus 4 plus k equal to എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? Equal to 0. കാരണം അത് ഫാക്ടർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സൊല്യൂഷൻ ആയിരിക്കും. ഇനി അടുത്തത് 4 plus 3 7. 7 minus 4 3. 3 plus k equal to 0. k യുടെ വാല്യൂ k അപ്പുറത്തേക്ക് പോകുമ്പോൾ minus 3. Factorize 6x square plus 17x plus 5 by splitting the middle term and by using the factor theorem. 6x square plus 17x plus 5 എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. എത്ര ഡിഗ്രി ഇക്വേഷൻ ആണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതുകൊണ്ട് ഇതിന് 2 ഫാക്ടേഴ്സ് ആണ്. കാരണം അതിന് ഓൾറെഡി എത്ര സീറോസ് ആണ് വേണ്ടത്? 2 സീറോസ് ആണ് വേണ്ടത്. അതുകൊണ്ട് 2 ഫാക്ടേഴ്സ് ആണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പോവാം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പോവാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിക്കോ. എന്നും ഈ പോളിനോമിയലിനെ ax² + bx + c എന്നുള്ള രീതിയിലോട്ട് എഴുതണം. ആദ്യം ഈ പോളിനോമിയലിനെ ഏത് രീതിയിൽ എഴുതണം? ax² + bx + c. ഇത് എഴുതേണ്ട കാര്യമുണ്ട്. ഓൾറെഡി ആ രീതിയിലാണ്. ആദ്യം x² വന്നിട്ടുണ്ട്, രണ്ടാമത് x വന്നിട്ടുണ്ട്, ലാസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ടൈം വന്നിട്ടുണ്ട്. സോ അത് സെറ്റ് ആയി. ax² + bx + c എന്നുള്ള രീതിയിലല്ലേ അത് സെറ്റ് ആണ്. അപ്പോൾ ഇനി അടുത്ത നോക്കേണ്ടത് a into c ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ax² + bx + c കണ്ടുപിടിച്ചാൽ a into c യും b യും എത്രയാണെന്ന് നോക്കണം. a into c എവിടെയാണ്? എത്രയാണ് ഇവിടെ? 6 into 5. 6 into 5 equal to 30. b എത്രയാണ്? 17. ഇനി നമ്മൾ നോക്കേണ്ടത് a into c എന്ന് പറയുന്നത് 30 വരണം. രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ആ രണ്ട് നമ്പേഴ്സ് എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ അതിന്റെ പ്രൊഡക്റ്റ് എത്രയായിരിക്കണം? 30 കൂട്ടുമ്പോൾ 17 വരുന്നത്. അപ്പോൾ അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കിക്കോ എങ്ങനെയാണ്. ആദ്യം 30 ഇങ്ങനെ എഴുതിയിട്ട് അതിന്റെ ഫാക്ടേഴ്സ് എഴുതുക. അതിന്റെ ഫാക്ടേഴ്സ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്തു നോക്കുക. ഉദാഹരണത്തിന് 1 30. 1 × 30 30 കിട്ടും. പക്ഷെ കൂട്ടുമ്പോൾ എന്ത് കിട്ടില്ല? 17 കിട്ടില്ല. സോ അതല്ല. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ 2 ഉം 15ഉം. 2 × 15 30 കിട്ടുന്നുണ്ട്. 2 15 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 17. സോ നമുക്ക് അവിടെ ആ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യാം. കാരണം ആൻസർ കിട്ടി 2 17. സോറി 2 15. ഞാൻ അതിപ്പോ മിഡിൽ ടേമില് നമ്മൾ ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് മിഡിൽ ടേമിൽ എന്ത് ചെയ്യാൻ പോവാ? സ്പ്ലിറ്റ് ചെയ്യാൻ പോവാ. സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയപ്പോ 6x² + 6ന്റെ അടുത്ത് നമുക്ക് 2നെ കൊണ്ടുവരാം. കാരണം 15 15ന് 2നും കോമൺ 3 വരും. 2 എടുത്താൽ കോമൺ 2 വരും. നോ പ്രോബ്ലം. ഏത് എടുത്തോട്ട് കൊണ്ടുവന്നാലും കുറ്റില്ല. സോ 16x² + 15x + 2x + 5. നോക്കിയാൽ നമ്മൾ എന്തുകൊണ്ടാണ് മിഡിൽ ടൈമിൽ സ്പ്ലിറ്റ് ചെയ്ത് 2 15 കൊണ്ട് 15x ഉം 2x ഉം. സോ ഞാൻ ഇതിൽ നിന്ന് 3x കോമൺ എടുക്കുക. 3x കോമൺ എടുക്കാൻ പറ്റും. 3x കോമൺ എടുത്താൽ ബാക്കി ഇവിടെ 6 കിട്ടണമെങ്കിൽ 3 എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 2 കൊണ്ട്. എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 2 കൊണ്ട്. അപ്പം 3x × 2 6x ആയതുകൊണ്ട് 6x² എടുക്കണമെങ്കിൽ x വേണം. അപ്പം 3 × 2 6. x × x x². ഇനി 15x 15 ആണെങ്കിൽ 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5. 3 5 ആണെങ്കിൽ 15 x. ഓക്കെ. അപ്പൊ 3 × 5 15 x. ഇനി ഒന്നും നോക്കണ്ട. ഈ വസ്തു തന്നെ എന്ത് വരണം? ഇപ്പുറത്തും വരണം. 2x + 5 എന്ന് തന്നെ ഇട്ട് കൊടുക്കുക. 2x + 5 എന്ന് തന്നെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2x + 5 ൽ നിന്ന് നമുക്ക് കോമൺ എടുത്ത് എന്തായിരിക്കും? 1. എന്തായിരിക്കും കോമൺ എടുത്ത്? 1. 1 × 2 2. 1 × 2x 2x. 1 × 5 5. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2x + 5നെ ഒന്നിച്ചു കൊണ്ടുവരിക. 2x + 5. 3x + 1നെ ഒന്നിച്ചു കൊണ്ടുവരിക. 3x + 1. ഇതാണ് ഫാക്ടേഴ്സ്. ഇതൊക്കെയാണ് ആരുടെ ഫാക്ടേഴ്സ്? ഇപ്പൊ തന്ന ഇക്വേഷന്റെ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഇനി നോക്കിക്കോ. ഈ ഫാക്ടേഴ്സിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്തത് ഏറ്റവും ശരിയോ എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ ഫാക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ ഫാക്ടേഴ്സിനെ എന്ത് ചെയ്ത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ നമുക്ക് ഏത് കിട്ടണം? ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആൻസർ ശരിയാണ്. ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആൻസർ ശരിയാണ്. നമുക്ക് നോക്കാൻ കിട്ടുമെന്ന്. ഇവിടുത്തെ ഫാക്ടേഴ്സ് 2x + 5 and 3x +
1. നോക്കിക്കേ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ 2x into 3x 6x square 2x into 1 2x 5x into 3x 15x 5 into 1 plus 5 6x square നമുക്കറിയാം x ന്റെ രണ്ട് ടേംസുകൾ തമ്മിൽ കൂട്ടാൻ പറ്റും 2x ഉം 15x ഉം 17x plus 5 ഇതല്ലായിരുന്നു ക്വസ്റ്റ്യൻ യെസ് അപ്പോൾ നമ്മൾ ചെയ്ത ഫാക്ടേഴ്സ് ശരിയാണെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും ഇനി ഇതുമായിട്ടുള്ള എല്ലാ കൺസെപ്റ്റും ഞാൻ പറഞ്ഞുതരാം ഫാക്ടേഴ്സ് ചെയ്യുന്നത് മനസ്സിലായോ ഇപ്പൊ നമ്മൾ ചെയ്തത് ശരിയാ ഇനി ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് എന്ത് കിട്ടും എന്നറിയാമോ സൊല്യൂഷൻസ് അല്ലെങ്കിൽ സീറോസ് കണ്ടുപിടിക്കാം നമുക്ക് കിട്ടിയ രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാ 2x plus 5 ഉം 3x plus എടാ ഇതൊരു ലീനിയർ പോളിനോമിയൽ അല്ലേ ഇതും ഒരു ലീനിയർ പോളിനോമിയൽ അല്ലേ ഫാക്ടേഴ്സ് പറഞ്ഞത് രണ്ടും എന്ത് പോളിനോമിയലാ ലീനിയർ പോളിനോമിയൽ ലീനിയർ പോളിനോമിയലിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എന്താ -b/a d എത്രയാ 5 അപ്പോൾ x ഒറ്റയടിക്ക് -5/2 ഒരു ആൻസർ ഏതായിരിക്കും -5/2 ഒരു ആൻസർ -5/2 വേറൊരു ആൻസർ x -1/3 -b/a ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാം 2x plus 5 equal to എന്തിനോട് ഈക്വൽ ചെയ്യാം 0 5 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -5 so 2x is equal to -5 x is equal to -5/2 ഇവിടെ 3x plus 1 equal to 0 3x equal to എത്രയാ -1 x is equal to -1/3 രണ്ട് ആൻസർ കിട്ടി ഏതൊക്കെയാ -5/2 -1/3 അതായത് ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ കിട്ടാൻ ഫാക്ടറിൽ നിന്ന് നോക്കിയാൽ മതി ഫാക്ടറിന് ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ ഈ ഫാക്ടർ ഫസ്റ്റ് ഡിഗ്രിയോ സെക്കൻഡ് ഡിഗ്രിയോ ഫസ്റ്റ് ഡിഗ്രി ഏത് ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രിയുടെ ഫാക്ടർ നമ്മൾ എന്താണ് പഠിപ്പിച്ചത് -b/a ഒന്നാമത്തെ ആൻസർ -5/2 രണ്ടാമത്തെ ആൻസർ -1/3 ഇപ്പോൾ ഈ ഫാക്ടർ x+2 ഉം x+3 ഉം ആണ് വന്നെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട കാരണം ഒറ്റയടിക്ക് നമുക്ക് അറിയാം എത്രയാ x = -2 x = -3 പക്ഷേ ഈ രീതിയല്ല ഇവിടെ ഫാക്ടർ വന്നത് അതുകൊണ്ടാണ് നമ്മളത് -b/a എന്ന് എടുത്ത് ഫസ്റ്റ് ഡിഗ്രി ഇത് ഫസ്റ്റ് ഡിഗ്രി തന്നെയാണ് പക്ഷേ എളുപ്പത്തിൽ നമുക്ക് -2 ഉം -3 ഉം സൊല്യൂഷൻ കിട്ടും ഈ ക്വസ്റ്റ്യന്റെ ഫാക്ടേഴ്സ് ഇങ്ങനെ വന്നതുകൊണ്ട് അതിനെ ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് പരിഗണിക്കണം എത്ര ഡിഗ്രി ആയിട്ട് പരിഗണിക്കാം ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് പരിഗണിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഈക്വൽ ടു 0 യിലേക്ക് ഇക്വേറ്റ് ചെയ്ത് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ x = -b/a x = -b/a അപ്പോൾ നമുക്ക് എന്ത് കിട്ടി രണ്ട് സൊല്യൂഷൻസ് കിട്ടി രണ്ട് റൂട്ട്സ് കിട്ടി രണ്ട് സീറോസ് കിട്ടി ഈ സീറോസിന്റെ പ്രത്യേകത എന്താ ഈ സീറോകൾ കൊണ്ട് അതിന്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും എൻറ്റയർലി സീറോ എൻറ്റയർലി എന്ത് വരും സീറോ നമുക്ക് അത് കിട്ടുന്നുണ്ടോ നോക്കാം ഏതൊക്കെ ഇട്ട് കൊടുക്കട്ടെ x = -5/2 x = -1/3 ക്വസ്റ്റ്യൻ നമ്മുടെ ഏതാണ് അതും കിട്ടും നോക്കിക്കോ ക്വസ്റ്റ്യൻ ഏതാ 6x² + 17x + 5 6 into നമ്മൾ ആദ്യം p of എന്ത് ചെയ്യാൻ പോവാ -5/2 6 into -5/2 the whole square plus 17 into -5/2 plus 5 ഇത് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കിട്ടിയത് ഉറപ്പായിട്ട് കിട്ടിയപ്പോൾ എത്ര ആൻസർ ഉണ്ട് 0 കിട്ടും നോക്കിക്കോ 6 into -5 സ്ക്വയർ എത്ര 25 2 സ്ക്വയർ എത്ര 4 17 into 5 അത് ചെയ്തു നോക്കാം അവിടെ കിടക്കണ്ട 17 into -5/2 plus 5 25 എത്രയാണെന്നറിയോ 25 125 അപ്പോൾ 6 150/4 150/4 പ്ലസ് 17 into 5 നമുക്ക് നോക്കാം 7 5 35 5 1 5 3 8 എത്രയാ 85 -85/2 പ്ലസ് 5 ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണോ അല്ല സെയിം ആണെങ്കിലേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൂട്ടാനും കുറയ്ക്കാനും എളുപ്പമാകുള്ളൂ സോ ഞാൻ ഇതിനെ വെട്ടുക രണ്ടുകൊണ്ട് ഇത് ഡിനോമിനേറ്റർ 2 ഇത് എത്രയാവും 75 ഡിവൈഡഡ് ബൈ ഇതിൽ 2 എത്ര പ്രാവശ്യം 75 ഇതിൽ എത്ര പ്രാവശ്യം 2 പ്രാവശ്യം -85/2 ഇതിനെ നമുക്ക് ഡിനോമിനേറ്റർ 2 ആക്കാൻ വേണ്ടി 2 into 1 2 5 into 2 10 75 10
85/2 പ്ലസ് മൈനസ് 85/2 ഒരു മൈനസ് ഒരു പ്ലസ് വന്നാൽ